ആണെങ്കിലും എന്റെ ഏട്ടന്റെ മോളാ ഇവള്. എല്ലാം നീ കൊണ്ടുപോയി തൊളിച്ചില്ലേ പപ്പ? സത്യക്ക് നാളെ ആ വീട്ടിൽ ചെന്ന് കേറേണ്ടതല്ലേ? അവള് കേറിയാലും കേറിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അവനെ തല്ലിയത് അത് സത്യയോടുള്ള കൊച്ചച്ഛന്റെ ഉത്തരവാദിത്വമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കല്ലേ. അത് പപ്പനും ബൈജു സാറും തമ്മിലുള്ള പഴയ കണക്കിന്റെ പലിശ കൊടുത്താ. ഒരു കഞ്ചാവ് കേസിൽ എന്നെ പിടിച്ച് അകത്തിട്ടില്ലേ, അതിന്റെ പലിശ മുതല് അത് ഞാൻ പിന്നെ കൊടുത്തോളാം. എന്നാ ശരി. ചന്ദ്രേട്ട ചായ. ഞാൻ കുറച്ചു ദിവസമായി ഒരു കാര്യം ആലോചിക്കാൻ തുടങ്ങി. എന്താ? സുധിയെയും സത്യയും ഒരു കൗൺസിലിങ്ങിന് പറഞ്ഞയച്ചാലോ എന്ന്. പോയവള് പോട്ടെ, ഇനി കൗൺസിലിംഗ് ഒന്നും വേണമെന്നില്ല. അങ്ങനെ ഒരു ബന്ധം ഒഴിവാക്കാൻ എളുപ്പമാ. നീ തന്നെ ആയിരുന്നില്ലേ അവളെ പറഞ്ഞയച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞത്? അവളെ പറഞ്ഞയക്കണ്ടായിരുന്നു. പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. രണ്ടുപേരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ല കൗൺസിലറെ കിട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഇപ്പൊ അവര് തമ്മിലുള്ളൂ. ഇനി ആര് വന്ന് കയ്യും കാലും പിടിച്ച് പറഞ്ഞാലും ആ നശിച്ചവളെ ഈ വീട്ടിനകത്ത് കേറ്റരുത്. സുധിക്ക് നല്ലൊരു ഭാവിയുണ്ട്, അവനെ ഇനിയും വിഷമിപ്പിക്കാൻ പാടില്ല. എന്താ ഇപ്പൊ സുധിയുടെ ഭാവിക്കും ഭൂതത്തിനും ഒരു കുഴപ്പം? കുഴപ്പം അവനൊന്നുമല്ല, അവന്റെ ഭാര്യയ്ക്കാ. സത്യക്ക് എന്താ കുഴപ്പം? അച്ഛ കണ്ടില്ലേ തല്ലി ചതച്ചത്? അയ്യോ, തല്ലാനോ? ആര്? സത്യം നിന്നെ തല്ലിയോ? അതിന് സത്യം ഇവിടെ ഇല്ലല്ലോ, അവൾ അവളുടെ വീട്ടിലല്ലേ. സത്യം നല്ല രീതിയിൽ പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരാൻ പോയ ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയെന്നോ? എന്തൊക്കെയാ അടി പറയുന്നേ? എന്താണ് വൈജു ഇവള് പറയുന്നേ? അത് ഞങ്ങള് സത്യയുടെ വീട്ടിൽ പോയതായിരുന്നു. എന്തിന്? നിന്നോട് ആരാടി അവിടേക്ക് പോകാൻ പറഞ്ഞത്? ഞാൻ നിന്നെ അങ്ങനെ വല്ല ജോലി ഏൽപ്പിച്ചിരുന്നോ? അച്ഛനെന്താ ഇങ്ങനെ? ഞങ്ങള് പോയതാണോ ഇപ്പൊ കുറ്റം? ബൈജു ഏട്ടനെ എന്നെ ആക്ഷേപിച്ച് മുഖത്തടിച്ചോടിച്ചതിന് കുഴപ്പമൊന്നുമില്ല. അവള് ഗുണ്ടേ വിട്ട് ബൈജു ഏട്ടനെ തല്ലി ചതച്ചു, അറിയോ അച്ഛന്? അയ്യോ അയ്യോ, പലതും പറ്റിയോ ബൈജു? അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയായതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ചു കാലം കരാട്ടെ ക്ലാസ്സിലൊക്കെ പോയതാണല്ലോ, അത് അവർക്കറിയില്ല. പക്ഷെ ചെറുതായിട്ടൊന്ന് മുഖത്ത് കൊണ്ടു, ഇത്തിരി ചോര പൊടിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെവിന്നൊരു മൂളല് കേൾക്കുന്നുണ്ട്. അത് ചിലപ്പോ കാലാവസ്ഥയുടെ ആവും. എന്തായാലും സുജിതയ്ക്ക് ആകെ അപമാനമായി. ചന്ദ്രദാസിന്റെ മരുമോൻ അല്ലേടാന്ന് ചോദിച്ചിട്ടാ ആ ഗുണ്ട എന്നെ എടുത്തിട്ട് അടിച്ചത്. ഇനി അവളെ ഈ പടി ചവിട്ടിക്കരുത്. എന്താണ് സത്യത്തിൽ ഉണ്ടായത്? അപ്പോ ഇപ്പൊ പറഞ്ഞതൊന്നും അച്ഛന് മനസ്സിലായിട്ടില്ല. നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്നോട് ചോദിക്കാതെ സത്യയുടെ വീട്ടിൽ പോകരുതെന്ന്. ആഹാ, അപ്പൊ ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയതാ കുറ്റം അല്ലേ? അല്ലാതെ അവളുടെ ഗുണ്ട ബൈജു എന്നെ ഇടിച്ചതിലല്ല. ഇടിച്ചോ? ചെറുതായിട്ടൊന്ന് പോരുന്നല്ലേ അവൻ പറഞ്ഞത്. പിന്നെ കരാട്ടക്കാരനായതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. വേണമെങ്കിലേ നീയും കുറച്ചു ദിവസം കരാട്ടയും കുമ്പും ഒക്കെ പഠിച്ചോ. സത്യേ എന്തൊക്കെ അടതടവും നാടൻ തല്ലും ഒക്കെ വശമുള്ളവളാ. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ചെന്ന് തല കാണിച്ചു കൊടുത്ത് കാണും. എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോ രണ്ടാളും ഇങ്ങോട്ട് തിരിച്ചെത്തിയല്ലോ. അവളും വീട്ടുകാരും ഞങ്ങളെ തല്ലിക്കൊന്നാലും അച്ഛൻ സത്യക്ക് വേണ്ടി ന്യായീകരിക്കുള്ളൂ. അതെനിക്കറിയാം. അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്യും. അവനെ തല്ലിയതും പോരാ,
സത്യക്ക് വേണ്ടി ന്യായീകരിക്കുകയും കൂടി ചെയ്യുന്നു. അവരെ ഒന്ന് സമാധാനിപ്പിക്കെങ്കിലും ചെയ്യ് ചന്ദ്രേട്ട. ഇല്ലെങ്കിൽ രണ്ടാളും ഇവിടുന്ന് പിണങ്ങി പോവും. ആര് പറഞ്ഞു അവര് പിണങ്ങി പോവുമെന്ന്? അയ്യോ, ആ സുജിത കരഞ്ഞോണ്ട് പോകുന്നത് കണ്ടില്ലേ? അവൾക്ക് നല്ല വിഷമമുണ്ട്. അവരിപ്പൊ ഇവിടുന്ന് പോവും. അതിനു മുമ്പ് ഒന്ന് പോയി സമാധാനിപ്പിക്ക്. അവരെവിടെയും പോവില്ല, അവരിവിടെ തന്നെ കാണും. നീ നോക്കിക്കോ, കുറച്ചു കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഹോർലിക്സ് വേണമെന്നും പറഞ്ഞ് സുജിത ഇങ്ങോട്ട് വരുന്ന കാണാം. ചന്ദ്രേട്ടാ, ദേ ഈ നിസ്സാര കാര്യത്തിലൊക്കെ കയറി വെറുതെ അഭിപ്രായം പറയല്ലേ. നീ നിന്റെ പണി നോക്ക്. ഗുണ്ടയോ? ഏത് ഗുണ്ട? എടാ, നിന്റെ ഭാര്യയുടെ കൊച്ചച്ഛനില്ലേ, ആ കഞ്ചാവ് കേസിൽ പിടിയിലായ കള്ളൻ, അയാള് തന്നെ. അയാൾ എന്തിനാ ബൈജുവേട്ടൻ അടിച്ചത്? അത് നീ നിന്റെ ഭാര്യയോട് പോയി ചോദിക്കും. ബൈജുവേട്ടനും സത്യയുടെ കൊച്ചനും തമ്മിൽ നല്ല ടീംസിലായിരുന്നല്ലോ. ബൈജുവേട്ടൻ അങ്ങനെയുള്ള തെമ്മാടികളായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. പിന്നെ വീട്ടിൽ വരുമ്പോ ചിലപ്പോ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതെ, ബൈജുവേട്ടന്റെ മാന്യതയാ. അതിന് പേരില് മുഖം അടിച്ച് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ. നിങ്ങൾ എന്തിനാ ഇപ്പൊ സത്യയുടെ വീട്ടിൽ പോയത്? ഇപ്പൊ അതാണോ കുറ്റം? സത്യ ഇവിടുന്ന് പിണങ്ങിപ്പോയതല്ലേ. അവളുടെ വിവരം നീ അന്വേഷിച്ചില്ലെങ്കിലും നാത്തൂനായ ഞാനെങ്കിലും അന്വേഷിക്കണ്ടേ? ഏത് കാര്യത്തിനും സത്യയെ സപ്പോർട്ട് ചെയ്യാനുള്ള അച്ഛൻ പോലും സത്യയുടെ അടുത്തൊന്ന് പോവുകയോ ഒന്ന് ഫോൺ ചെയ്ത് സുഖവിവരം അന്വേഷിക്കുകയോ ചെയ്തോ? അവൾക്ക് തോന്നിയതുപോലെ പോയതല്ലേ. നിങ്ങൾ അവിടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി പോകണ്ടായിരുന്നു. ഹാ, നീ പറഞ്ഞത് ശരിയാ. നല്ല മനസ്സുള്ളവർക്ക് എന്നും സങ്കടം മാത്രമേ ബാക്കിയുണ്ടാവൂ. എന്തായാലും അയാളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു കാരണവും ഇല്ലാതെയാണ് സത്യയുടെ കൊച്ചച്ഛൻ ബൈജുവേട്ടനെ തല്ലിയതെങ്കിൽ പോലീസിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു. എടാ, അതിന് ബൈജുവേട്ട സമ്മതിക്കണ്ടേ? ആ, നീ അത് വിട്ടേക്ക്. ചേച്ചിയുടെ സങ്കടം നിന്നോട് പറഞ്ഞേ ഉള്ളൂ. ഇനി നീ അതെങ്ങാനും ചോദിക്കാൻ പോയാ അവള് ചിലപ്പോ അയാളെ വിട്ട് നിന്നെയും തല്ലിക്കും. ഓക്കെ. സുജിതേച്ചിയാണോ? ബൈജുവേട്ടനെ ആ സത്യയുടെ കൊച്ചച്ഛൻ തല്ലിയെന്ന്. വെരി ഗുഡ്. എന്താടാ? അല്ല, ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാ. അല്ല, എന്താ പ്രശ്നം? ഒരാളും മറ്റൊരാളെ വെറുതെ തല്ലില്ലല്ലോ. ബൈ ദ ബൈ, ബൈജുവേട്ടന്റെ കൊച്ചിൻ അവിടെ പോയി തല്ലിയതാണോ അതോ ബൈജുവേട്ടൻ കൊച്ചിന്റെ വീട്ടിൽ പോയി തല്ലു വാങ്ങി കെട്ടിയതാണോ? ബൈജുവേട്ടനും സുജിതേച്ചിയും സത്യയുടെ വിവരം അറിയാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടിലൊരു നല്ല കാര്യത്തിന് പോയവരെ ആരെങ്കിലും തല്ലു? സത്യ പറഞ്ഞിട്ടാ തല്ലിയെന്നാ പറഞ്ഞത്. അത് ഒരിക്കലും ഉണ്ടാവൂല. ഇനി സുജിതേച്ചിയും ബൈജുവേട്ടനും സത്യയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സുധി വിചാരിക്കും പോലെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. പിന്നെ സത്യയിൽ വിഷം കുത്തി വെക്കാനോ അതോ അല്ലെങ്കിൽ മേലാൽ സത്യ അവിടുന്ന് തിരിച്ചു വരാതിരിക്കാനുള്ള എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ബൈജുവേട്ടനെ തല്ലിയത് എന്തിനായിരിക്കും? തല്ലേരെന്ന് വാങ്ങുന്നവനല്ലേ നിന്റെ ബൈജുവേട്ടൻ. എന്തെങ്കിലും കാരണം കാണും. സത്യയുടെ കൊച്ചച്ഛനുമായി പണ്ട് ബൈജുവേട്ടൻ എന്തൊക്കെയോ ഏർപ്പാടുണ്ടായിരുന്നു. ചിലപ്പോ അതിന്റെ വല്ല വൈരാഗ്യം തീർത്തതായിരിക്കും. മുമ്പ് എന്താ ഏർപ്പാട്? എടാ, ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോ പലപ്പോഴും സത്യയുടെ കൊച്ചിനും ആ ബൈജുവേട്ടനും തമ്മിൽ ആ കാർ ഷെഡിൽ വെച്ച് എന്തൊക്കെയോ രഹസ്യ ഏർപ്പാടുകൾ നടത്തുന്നതായി എനിക്ക് സംശയം തോന്നിയിരുന്നു. അവരെ രണ്ടുപേരെയും ഞാനും പലപ്പോഴും ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. ചോദിച്ചപ്പോ സത്യയുടെ കൊച്ചച്ഛനായതുകൊണ്ട് സംസാരിക്കുന്നതാണെന്നാ ബൈജുവേട്ടൻ പറഞ്ഞത്. അപ്പൊ സംഭവം അത് തന്നെ. ബൈജുവേട്ടന് സത്യയുടെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വ വൈരാഗ്യം മാത്രമാണ്. അതുകൊണ്ട് നീ ഇപ്പൊ അളിയനെ തല്ലിന് പ്രതികാരം ചോദിക്കാൻ പോവാതെ ഓഫീസിൽ പോന്നു. വാ വാ. എന്നിട്ട് സത്യ തിരിച്ചു പോവാണോ? എപ്പോഴായാലും ഞാൻ തിരിച്ചു പോകേണ്ടവളല്ലേ. ഞങ്ങൾ സത്യയെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരണമെന്ന് വിചാരിച്ചതാ. സത്യയെ കൂടുതൽ വിഷമിപ്പിക്കണമെന്ന് കരുതിയാ വരാതിരുന്നത്. എനിക്ക് എന്ത് വിഷമാടാ? കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം.
നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാനും ഒന്നും പറയാതിരുന്നത്. വിക്രമൻ ഇപ്പോഴും സത്യം അംഗീകരിച്ചു തുടങ്ങിയിട്ടില്ലല്ലേ? ഇത് അംഗീകാരത്തിന്റെ പ്രശ്നമൊന്നും അല്ലടാ. പിന്നെന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾ കൊണ്ടുവന്നറിയില്ല, എന്നാലും ചോദിക്കാതെ വയ്യല്ലോ. എടാ, എന്റെ ഏത് കാര്യത്തെക്കുറിച്ചും ചോദിക്കാനും പറയാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്, മറ്റാരെക്കാളും. എങ്കി പറ, എന്താ പ്രശ്നം? അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോ. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ സത്യം ഇവിടെ നിൽക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. വിക്രമൻ സത്യയെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ടെന്നാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത്. എന്ന് പറഞ്ഞ സുധിക്ക് എന്നെക്കാളും ഇഷ്ടം ഇപ്പോഴും ചേച്ചിയോടാ. ആ മനസ്സ് നിറയെ ചേച്ചിയാ. അതിനു മുൻപിൽ ഞാനൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ദിവ്യ വിക്രമനെ ചതിച്ചവളല്ലേ? ഇത് ചതിയുടെയും വഞ്ചനയുടെയും ഒന്നും കഥയല്ല കുരുവി, സ്നേഹത്തിന്റെ മാത്രം കഥ. മറ്റൊരാളെ വിചാരിച്ച അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ദിവ്യ ഇപ്പൊ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അയാൾക്കറിയില്ലേ? അറിയാം. പക്ഷെ ചേച്ചിയെ മറ്റൊരാളെ കൊണ്ട് കെട്ടിച്ചതും സുധിയിൽ നിന്ന് അകറ്റിയതും അത് ഞാനാണെന്നാ സുധി വിശ്വസിക്കുന്നത്. അതെങ്ങനാ? കല്യാണ ദിവസം അവിടെ ഉണ്ടായത് എന്തെന്ന് ചടങ്ങിൽ പങ്കെടുത്തൊരു കണ്ടതല്ലേ? ദിവ്യയ്ക്ക് വേണ്ടി വിക്രമനെ വിട്ടുകൊടുക്കാൻ തയ്യാറായതല്ലേ സത്യ? പിന്നെന്തിന് സത്യ കാരണം ദിവ്യേച്ചി മറ്റൊരാളെ കല്യാണം കഴിക്കണം? സുധിക്കിപ്പോ എന്നോട് ദേഷ്യം മാത്രമാണ്. സുധിയുടെ ജീവിതം നശിപ്പിച്ചവളെന്ന ലേബലും എന്റെ നെറ്റിയിൽ ഒട്ടിച്ച് തന്നിട്ടുണ്ട്. തകരുന്നത് സുധിയുടെ മാത്രം ജീവിതമല്ല, സത്യയുടെ കൂടെയാണെന്ന് പറഞ്ഞൂടെ? സത്യയുടെ ജീവിതം നശിക്കാൻ നമുക്കൊക്കെ അങ്ങനൊരു ജീവിതം ഉണ്ടോടാ? ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. സത്യയുടെ ജീവിതത്തിലും വില ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം, അല്ലടാ? അതെ. വേണ്ട ഇക്രം, അങ്ങനെയുള്ള വാശികളൊന്നും ഇപ്പൊ എനിക്കില്ല. പക്ഷെ എന്നെങ്കിലും സുധി സത്യെ തിരിച്ചറിയണം. ഞാൻ കാരണമല്ല അവൻ എന്റെ ചേച്ചിയെ നഷ്ടമായതെന്നും സത്യ ആ കാര്യത്തിൽ നിരപരാധിയാണെന്നും സുധി മനസ്സിലാക്കും. ആ ഒരു ദിവസം വരെ എന്തും സഹിച്ചെനിക്ക് സുധിയുടെ കൂടെ നിന്നേ മതിയാവും. ഞാൻ പോട്ടടാ. ശരിയെന്നാ, ഞാൻ എന്തായാലും നാളെ തിരിക്കും. സത്യ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. വിളിക്കാം. ശരി. ഞങ്ങൾ അവിടെ പോയതാ ഇപ്പൊ കുറ്റം. അല്ലാതെ ആ പപ്പൻ എന്ന് പറയുന്ന ഗുണ്ട ബൈജുവേട്ടനെ അടിച്ചതിലൊന്നും അല്ല അച്ഛന് വിഷമം, അല്ലേ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ അവിടെ പോവാൻ നിന്നത്? അപ്പൊ അമ്മയും ഇത് തന്നെയാണോ പറയുന്നേ? നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. സത്യം അവിടെ ചെന്ന സുധിയെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ടാവുക? അതൊക്കെ കള്ളമാണെന്ന് ആ വീട്ടുകാരെ നമ്മൾ ബോധ്യപ്പെടുത്തണ്ടേ? അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, അതിന് നമുക്കെന്താ?
നമുക്ക് എന്താണെന്നോ? സുധിയുമായിട്ടുള്ള പിണക്കത്തില് എന്തെങ്കിലും എഴുതി വെച്ച് സത്യം എങ്ങനെ ആത്മഹത്യ ചെയ്താലോ? അവളുടെ അമ്മയും അച്ഛമ്മയും നമുക്കെതിരെ കേസ് കൊടുക്കില്ലേ? സുധിയും ഞാനും അമ്മയും എല്ലാരും അതോടെ അഴിക്കുള്ളിലാവും. കേസ് കൊടുക്കാൻ ഇങ്ങ് വരട്ടെ. അവൾ അവളുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്താ നമുക്കെന്താ? എന്ന് പറഞ്ഞാലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. സുധിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച ദിവ്യ തലേ ദിവസം എഴുത്തെഴുതി വെച്ചിട്ട് ഒളിച്ചോടിയില്ലേ? അതേപോലെ സത്യം ചെയ്യും. പക്ഷെ അവൾ ഒളിച്ചോടുന്നത് ആരുടെയും കൂടെ ആവില്ല, നരകത്തിലേക്കായിരിക്കുമെന്ന് മാത്രം. അത് ശരിയാ. ആ പെണ്ണ് എന്താ ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. നമ്മുടെ ഭാഗം നമ്മൾ സേഫ് ആക്കണം. ആണല്ലോ. അതിനു വേണ്ടിയാ ഞാനും ബൈജോടിനും കൂടെ സത്യയുടെ വീട്ടിലേക്ക് പോയത്. അവളെ കണ്ടപ്പോ 4 തെറി പറയാനാ തോന്നിയത്. അഹങ്കാരി അവള്. അതിനു മുകളിൽ ആണി അടിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അപകടം നമുക്ക് തന്നെയാവും. സത്യയുടെ എല്ലാ അഹങ്കാരവും 4 ദിവസം പട്ടിണി കിടക്കുന്നതോടെ തീരും. നോക്കിക്കോ, നാളെ തന്നെ അവള് തിരിച്ചെത്തും. തിരിച്ചെത്തണം. അതിനു വേണ്ടി തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. എന്താ ആലോചിക്കുന്നേ? ചെക്ക് പറയാൻ സമയമായി. രാജാവ് ഇപ്പോ ആനയ്ക്കും മന്ത്രിക്കും തേരിനും ഇടയിലാണ്. ഒരേ ഒരു നീക്കം, അത് മാത്രം മതി അടിയറവ് പറയാൻ. സുധിയുടെ കാര്യമാണോ? അതല്ലാതെ വേറെ ആരുടെ കാര്യം? ഫുൾ ടൈം സുധിയുടെ കാര്യത്തിന്റെ പിന്നാലെ പോയിട്ട് സ്വന്തം വർക്ക് മറക്കണ്ട. എന്റെ വർക്ക് നേരാവണ്ണം നടക്കണമെങ്കിൽ സുധി അടിയറവ് പറയണം. എങ്കി ഇനിയും ആലോചിച്ച് നിൽക്കാതെ ചെക്ക് പറഞ്ഞൂടെ? ദിവ്യ എവിടെ? റൂമിലുണ്ടാവും, വിളിക്കണോ? ജെനി പറഞ്ഞത് നേരാണ്. ഇനി ആലോചനയല്ല വേണ്ടത്, പ്രവൃത്തിയാണ്. സുധിയുടെ നെഞ്ചുരുകാൻ തക്ക പ്രവൃത്തി. എന്തിനാ ദിവ്യ വിളിച്ചേ? സുധിക്കൊരു കോൾ ചെയ്യണം. അന്ന് പരിചയപ്പെട്ടില്ലേ സുധി? സുധി അറിയാം, ബിസിനസ് പാർട്ട്ണർ. യെസ്, അവനെ ദിവ്യ ഫോൺ ചെയ്യണം. എന്നിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറ. അയാള് ഒന്ന് കാണണമെന്നും കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞാൽ മതി. എന്താ സംസാരിക്കേണ്ടത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജെനി, ദിവ്യ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. വെരി ഗുഡ്. ആ ഫോണിങ് ഹലോ, സുധിയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല, പറയൂ. ഇത്ര
പെട്ടെന്ന് മറന്നു അല്ലേ? എന്നെ വേണ്ടെന്ന് വെച്ചതുപോലെ മറക്കുകയും ചെയ്തു അല്ലേ? ആ വീട്ടിലേക്ക് കയറി വരാനുള്ള എന്റെ ആഗ്രഹത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. ആ മനസ്സിൽ നിന്നും ഇത്ര വേഗം തള്ളിക്കളയുന്ന കരുതിയതല്ല. അപ്പൊ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഭാഗ്യം. എന്തിനാ ഇപ്പൊ വിളിച്ചത്? വിളിച്ചത് തെറ്റാണെന്നറിയാം. എനിക്ക് സുധിയെ ഒന്ന് കാണണം. എന്തിന്? തിരിച്ച് ഇങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിളിച്ചാൽ സുധി ആ നിമിഷം വെളിപ്പുറത്തെത്തുമായിരുന്നു. അത് പിന്നെ ഞാൻ പേടിക്കണ്ട. ആരോടെങ്കിലും എനിക്കെന്റെ മനസ്സ് തുറക്കണമല്ലോ. ഇല്ലെങ്കിൽ വീർപ്പ് മുട്ടി മരിച്ചു പോകുന്നു. ഞാൻ മരിച്ച സുധിക്ക് എന്താ അല്ലേ? ഒന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ എനിക്ക് സുധിയോട് മാത്രമായിട്ട് പറയാനുണ്ട്. എന്ത് സത്യം? അതെല്ലാം നേരിൽ പറയാം. ഇനി ഞാനത് പറയാതിരുന്ന സുധി ചെന്ന് ചാടുന്നത് വലിയ അപകടത്തിലായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. സുധി വരില്ലേ? എവിടേക്കാ വരേണ്ടത്? ഹലോ ഹലോ, എന്താ? എവിടേക്ക് വരണമെന്ന്? സ്ഥലം വിളിച്ചു പറയാന്ന് പറ. സ്ഥലം ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിച്ചു പറയാം. ഗുഡ്. ഗംഭീരം, ഗംഭീര പെർഫോമൻസ്. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇതൊക്കെ സത്യയുടെ ഡ്രസ് അല്ലേ? ആ അതെ. എന്തിനാ നീ ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നേ? പിണങ്ങി പോയവള് ഇനി അവിടെ തന്നെ അങ്ങ് നിക്കട്ടെ. നീ ഇതെന്ത് ചെയ്യാനാ ഭാവം? അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവളുടെ വീട്ടിലോ? അതെ അമ്മേ, അവള് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ, ഇനി അവിടെ തന്നെ കഴിയട്ടെ. സുധിയോടൊന്ന് ചോദിക്കണ്ടേ? അമ്മേ, സുധിയോടൊക്കെ ഇനി എന്തിനാ ചോദിക്കുന്നേ? എടി, ഇതുവരത്തെ എടുത്തുചാട്ടായി പോവും. സുധി അച്ഛനൊക്കെ നിന്നെ ചീത്ത പറയുമ്പോഴേ നിന്റെ പക്ഷം ചേരാൻ എന്നെ കിട്ടില്ല. ഈ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് നീ സത്യയുടെ വീട്ടിലേക്ക് പോയാ വലിയ പ്രശ്നമാവും. എന്റെ അമ്മേ, പ്രശ്നമാവട്ടെ. അവന്റെ മനസ്സിൽ അല്പമെങ്കിലും ഇഷ്ടം സത്യയോട് ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവളെ ഫോൺ ചെയ്യുകയോ പോയി കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്യില്ലായിരുന്നോ? അതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് സുധിക്ക് സത്യയെ വേണ്ടാന്നുള്ള കാര്യം ഉറപ്പാ. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. അവൻ അവളെ ഒഴിവാക്കണമെന്നും ഉണ്ടാവും. അച്ഛനെ പേടിച്ച് ഒന്നും പറയാത്തതാവും. എത്രയും പെട്ടെന്ന് സുധിയെ കൊണ്ട് സത്യക്കൊരു ഡിവോഴ്സ് നോട്ടീസ് അയപ്പിക്കണം. എനിക്കറിയാൻ പാടില്ല എന്റെ ദൈവമേ ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ അമ്മയെ അമ്മ ഒന്നും അറിയണ്ട, ഒന്ന് താഴെ പോയിരിക്കെ. അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. സുജിതേ, എന്റെ അമ്മ ഒന്ന് പോയേ. പോ.
വന്നോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ഞാൻ തിരിച്ചു വരരുതായിരുന്നോ? ആഹാ, പോയതുപോലെ അല്ലല്ലോ. നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനല്ലമ്മേ, പെട്ടെന്ന് അമ്മ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എതിർത്ത് സംസാരിച്ചതല്ല. ഞാൻ വന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ അമ്മ ചോദിച്ച പോലെ തോന്നി. അതുകൊണ്ട് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നീ എന്താ എന്നെ കളിയാക്കാണോ? അയ്യോ അല്ല, സത്യമായിട്ടും അല്ല. എന്നായാലും ഇവിടേക്ക് തിരിച്ചു വരേണ്ടവളല്ലേ ഞാൻ. അമ്മയും അച്ഛമ്മയും കണ്ടിട്ട് കുറെ നാളായതുകൊണ്ട് പോയതാ. കൂടുതലൊന്നും സംസാരിക്കണ്ട, വന്ന വഴിക്ക് ഇറങ്ങിക്കോ. നിന്റെ എല്ലാ സാധനങ്ങളും റൂമിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ വരുമ്പോ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. എല്ലാം നീ ഇവിടെ വന്നതിന് ശേഷം എന്റെ അനിയൻ നിനക്ക് വാങ്ങി തന്നിട്ടുള്ളതാ. ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെന്ന് അതൊക്കെ എടുത്ത് സ്ഥലം വിടാൻ നോക്ക്. അപ്പൊ എല്ലാം പാക്ക് ചെയ്ത് എന്നെ ഇവിടുന്ന് കെട്ടിക്കാനാണ് നാത്തൂന്റെ മോഹം. അതെ, നിന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ തന്നെയാണ് മോഹം. എന്റെ അനിയനൊരു നല്ല ജീവിതം വേണം. നിന്നെ പോലൊരു ദരിദ്രവാസിക്ക് വേണ്ടി പാഴാക്കി കളയാനുള്ളതല്ല അവന്റെ ജീവിതം. ഈ ദരിദ്രവാസി സ്വന്തം ഇഷ്ടപ്രകാരം കയറി വന്നതല്ല ഈ വീട്ടിലേക്ക്. നിങ്ങളുടെ അനിയൻ താലി കെട്ടി കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ആ താലി കെട്ടിയവൻ പറയാതെ സത്യം ഇവിടുന്ന് കെട്ടിക്കാവെന്ന് ആരും കരുതണ്ട. താലി കെട്ടിക്കൊണ്ടുവന്നതിനെ കുറിച്ചൊന്നും അധികം നീ പറയണ്ട. ഞങ്ങളുടെ അച്ഛനെ പറ്റിയൊരു അബദ്ധം ഉള്ളൂണ്ടേ അച്ഛനും ഇപ്പൊ വേദനിക്കുന്നുണ്ട്. അന്ന് സുധിയെ കൊണ്ട് നിന്നെ കെട്ടിച്ചു പോയതില്. പക്ഷെ എന്ത് ചെയ്യും? സുധിനെ കല്യാണം കഴിച്ചു പോയില്ലേ? ഇനി സുധി പറയാതെ എനിക്കിവിടുന്ന് പോവാൻ പറ്റില്ലല്ലോ. അവന്റെ വാക്കിന് വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നതെങ്കിലേ അധിക നാളൊന്നും നീ കാത്തിരിക്കേണ്ടി വരില്ലടി. ഇന്നത്തോടെ അതിനൊരു തീരുമാനം ഉണ്ടാവും. അതോടെ നിന്റെ ഈ സുഖജീവിതം അവസാനിപ്പിച്ച് നിന്റെ ആ പഴയ നരകത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും നീ. സുധിയെ ഒഴിവാക്കിയാൽ സത്യക്ക് ജീവിക്കാൻ മറ്റു വഴികളില്ലാന്ന് വിചാരിക്കരുത്. അസലായിട്ട് അധ്വാനിക്കാൻ അറിയാം, സ്വന്തമായി ഒരു കൈത്തൊഴിലും അറിയാം. പക്ഷേ ഏത് സ്വർഗത്തിൽ ജീവിച്ചാലും ഭർത്താവും വീട്ടുകാരും ഉപേക്ഷിച്ചാൽ നിങ്ങളൊക്കെ പിന്നെ പാതാളത്തിലാ. പാതാളത്തില്. അത് മറക്കണ്ട. ഇപ്പൊ എന്തായി? നിന്റെ ആഗ്രഹം ഒന്നും നടക്കില്ല സുജിത. നീ മനസ്സിൽ കാണുമ്പോഴേ അവള് മാനത്ത് കാണും. അമ്മയുടെ ഉള്ളിലെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ലമ്മേ. സുധിയുടെ മനസ്സിൽ അവളില്ല. അധികകാലം അവൾ ഇനി ഈ മണിമംഗലത്ത് നിൽക്കില്ല. അമ്മ നോക്കിക്കോ. നമ്മൾ അവളെ ഇറക്കി വിട്ടതുപോലെ ആയിപ്പോയി. തിരിച്ചു പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല സത്യക്ക്. ചെറിയ വിഷമോ എല്ലാം കാണും. അതൊന്നും കാര്യാക്കണ്ട വിമലെ. സത്യയുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ. സുധിയുടെ അച്ഛൻ വിളിച്ചതുകൊണ്ടാ, അല്ലെങ്കിൽ സത്യ പോയില്ലായിരുന്നു. സത്യക്ക് സ്വന്തം അച്ഛനെ പോലെയല്ലേ അദ്ദേഹം. അപ്പൊ പിന്നെ അദ്ദേഹത്തെ അനുസരിക്കണ്ടേ അവള്?
സുധിയെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ദിവ്യയുടെ പേരും പറഞ്ഞ് ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നം സുധി ഉണ്ടാക്കില്ലല്ലോ. കുടുംബത്തിൽ ഒരാളൊരു ദുഷ്പേര് കേൾപ്പിച്ച അതിന്റെ ഫലം ആ വീട്ടിലുള്ളവർ മുഴുവൻ അനുഭവിക്കേണ്ടി വരും, ജീവിതകാലം മുഴുവനും. ദിവ്യയെപ്പറ്റി സുധിക്ക് അറിയാവുന്നതല്ലേ? അതിന്റെ പേരിൽ സത്യയെ വെറുക്കുന്നത് എന്തിനാ? അവളുടെ നിർബന്ധം കൊണ്ടൊന്നും അല്ലല്ലോ സുധി സത്യയെ വിവാഹം കഴിച്ചത്. ദിവ്യ ഒളിച്ചോടിയതിന് സത്യ എന്താ പഴിച്ചത്? ശാപിക്കപ്പെട്ട ജന്മ ദിവ്യയുടേത്. എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ആരുടെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു. ഗതി പിടിക്കാതെ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും അവള്. അമ്മേ, ശപിക്കരുത്. ശപിക്കുന്നതല്ല മോളെ. ദിവ്യ കാരണം അവളുടെ ജീവിതം മാത്രമല്ല കഷ്ടത്തിലായത്, സത്യയുടേതു കൂടിയാ. സുധി ഇപ്പോഴും അവളെ മനസ്സിൽ വെച്ച് നടക്കുന്നു. അവളെ സ്നേഹിച്ച് രാഹുല് ദിവ്യ തെരഞ്ഞു നടക്കുന്നു. എന്തൊക്കെ അവള് വരുത്തി വെച്ചത്? അങ്ങനെയുള്ള ഒരാള് എങ്ങനെ രക്ഷപ്പെടുവെന്നാ? എവിടെയോ ജീവനോടെ ഉണ്ടല്ലോ. അന്ന് ഫോൺ ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസം മാത്രമേ ഇപ്പൊ ഉള്ളൂ. എന്റെ മനസ്സിൽ ഇപ്പൊ ദിവ്യ ഇല്ല. അവൾ അവളുടെ തോന്നിയ ജീവിതം ജീവിച്ചു തീർക്കട്ടെ. സത്യ അവിടെ എത്തിയോന്ന് ആർക്കറിയാം? സുധിയോ സുജിതയോ അവളെ വഴക്കൊന്നും പറയാതിരുന്നാ മതിയായിരുന്നു. സുധിയുടെ അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ സത്യക്ക് അതൊരു ആശ്വാസമാകും. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി അവളെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും കുത്തി നോവിക്കും. നീ വിഷമിക്കാതിരിക്കും മോളെ. സുധിയുടെ അച്ഛൻ വിളിച്ചിട്ടാ സത്യ പോയിരിക്കുന്നെ. അവിടെ അവക്ക് വേണ്ടുന്ന സംരക്ഷണം അദ്ദേഹം കൊടുക്കുകയും ചെയ്യും. ആരാണ് കുറ്റക്കാരെന്ന് എങ്ങനെ അറിയും? തിരുമേനിയുടെ വാക്കുകൾ പാലിച്ചു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അറിഞ്ഞുകൊണ്ട് സുധിയെ വിവാഹം ചെയ്യാൻ വിചാരിച്ചവളല്ല ഞാൻ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പണ്ട്. പക്ഷെ സുധി വിവാഹം ചെയ്യാൻ പോകുന്നത് എന്റെ ചേച്ചിയാണെന്ന് അറിഞ്ഞ ദിവസം ഞാൻ എന്റെ ആഗ്രഹം കുഴിച്ചു മൂടിയതാ. പക്ഷെ വീണ്ടും ഞാൻ... മോൾ എന്തായി പറയുന്നേ? അതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. മാനസികമായ അകൽച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട. രണ്ട് വ്യക്തികൾ തമ്മിൽ ഇണങ്ങുന്നതിനൊപ്പം പിണങ്ങുന്നതിനും നിസ്സാര കാര്യങ്ങൾ മതി. ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോക്കുകൊണ്ട് പോലും അനിഷ്ടങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാം. ഞാൻ ഈ വീട്ടിൽ മരുമകളായി വന്നത് മുതൽ എന്റെ മനസ്സ് വേദനിക്കുക. സുധിക്ക് എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ എല്ലാവരും എന്നെ ഒരു പകരക്കാരിയുടെ വേഷത്തിൽ കണ്ടപ്പോ സുധി പക്ഷെ അങ്ങനെ പോലും എന്നെ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ടില്ല. ഒരു സുഹൃത്ത് എന്നതിനപ്പുറത്തേക്ക് എന്നെ കാണാൻ സുധിക്ക് പറ്റില്ലച്ചാ. അതൊക്കെ ചില ബാലിശമായ തീരുമാനങ്ങളാ. നിങ്ങൾ പരസ്പരം അറിയാവുന്നവരാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. സുധിക്ക് നീയും നിനക്ക് സുധിയും മാത്രമേ ഉള്ളൂ. ഏത് സാഹചര്യവും നേരിടാൻ കഴിവുള്ളവളാണ് സത്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പോഴും ആ വിശ്വാസം തെറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആർക്കും പകരക്കാരിയല്ല മോള്. പക്ഷേ ആ രീതിയിൽ നീ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നിനക്ക് പരാജയം സംഭവിക്കും. നിന്റെ പരാജയം സുധിയുടെയും നിന്റെയും ജീവിതത്തിന്റെ പരാജയമാണ്. അത് സംഭവിക്കരുത്. പഴയ കാലവും സംഭവിച്ചു പോയതല്ല. ഇപ്പോ എവിടെ എത്തി നിൽക്കുന്നു അവിടെ നിന്നും മുന്നോട്ട് നടക്കണം. സുധി, അവനൊന്ന് വീഴാൻ പോയാ നിന്റെ കൈ അവനെ പിടിച്ചു നിർത്തണം. അത്രേ അച്ഛന് നിന്നോട് പറയാനുള്ളൂ. എല്ലാം മറക്കാനും പൊറുക്കാനും എനിക്ക് കഴിയും.
പക്ഷെ സുധി എന്നോടൊന്നും മിണ്ടുന്നത് പോലുമില്ല. മോള് വിഷമിക്കാതിരിക്കേ. അവന്റെ ഉള്ളില് എന്തോ കിടന്ന് നീറുന്നുണ്ട്. അതെന്താണെന്ന് അച്ഛൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പലരും ഒരു കാര്യത്തെ കാണുന്നത് പല ആംഗിളുകളിലൂടെയാണ്. ഞാനെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന വാശി എനിക്കില്ല. നന്മയുള്ള മനസ്സാണ് നിന്റേതെന്ന് കണ്ടവനാ ഞാൻ. എന്റെ മകന്റെ ഭാവി നിന്നിലൂടെ ശരിയിലേക്ക് പോകുമെന്നും കരുതി. നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സാഹചര്യങ്ങളുമായി ഒരിക്കലും സുധിയുടെ ജീവിതത്തെ ഞാൻ കൂട്ടിക്കിഴിച്ചിട്ടില്ല. നിങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ വന്നു തുടങ്ങുമ്പോൾ രാധികയും സുജിതയും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയും തെറ്റെന്ന് പറയാൻ പറ്റുമോ മോളെ? എല്ലാം ശരിയാവും. അച്ഛനല്ലേ പറയുന്നത്. ദൈവം ഒന്നിപ്പിച്ചവരാ നിങ്ങള്. ആ നിങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. ഒരു ശക്തിക്കും അതിന് കഴിയില്ല. ഇത് ട്രാപ്പാണ്. നീ വെറുതെ അപകടത്തിൽ ചെന്ന് ചാടരുത്. ദിവ്യക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന്. എടാ അതൊന്നും നീ വിശ്വസിക്കണ്ട. അവൾക്ക് പറയാനുള്ളത് കേൾക്കണം. എനിക്കെന്തോ വലിയ അപകടം വരാൻ പോണു അത്രേ. എടാ ദിവ്യമായി സംസാരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ എന്ത് അപകടം നിനക്ക് വരാൻ പോകുന്നത്? അവൾക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം ഗ്ലീറ്റസേ. അവൾ എന്തു വേണേലും പറയട്ടെ. നിന്നെ വേണ്ടെന്ന് വെച്ച് രാഹുലിന്റെ കൂടെ ഓടിപ്പോയതല്ലേ അവള്. എന്നിട്ടിപ്പ രാഹുലും അവളെ കൈയൊഴിഞ്ഞു. അവളുടെ ജീവിതം എങ്ങും എവിടെ എത്താതായി കാണും. നിന്റെ ജീവിതം കൂടെ അങ്ങനെ ആക്കി തീർക്കണം അവൾക്ക്. അതുകൊണ്ടാണ് കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞത്. ഒന്ന് സംസാരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ദിവ്യ ഇപ്പൊ നിന്നെ വിളിക്കണോക്കി അതിന്റെ പിന്നിൽ അഭി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അവര് രണ്ടുപേരും ചേർന്ന് നിന്നെ വല്ല കുഴിയിലും ചാടിക്കാനുള്ള പ്ലാനാവും. ദിവ്യ എന്നെ എന്തിനു കുഴിയിൽ ചാടിക്കണം? അവളോട് ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനു ഞാൻ പേടിക്കണം? എടാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. എന്ത് കാര്യം? നിന്റെ മനസ്സിൽ ഇപ്പോഴും ദിവ്യ ഉണ്ട്. ഏയ് ഇല്ല. എനിക്ക് അവളെ കാണണം. അത് അവള് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല. എന്തിനാണ് അവൾ എന്നെ ചതിച്ചതെന്ന് എനിക്കറിയണം. എന്ത് തെറ്റാണ് ഞാനും എൻ്റെ വീട്ടുകാരും അവളോട് ചെയ്തതെന്ന് എനിക്കറിയണം.
എന്താ? ചെല്ലേ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ വൈകണ്ട. ഓൾ ദി ബെസ്റ്റ്. സുധി വന്നിട്ട് കുറെ സമയമായോ? എന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായോ? ഏയ് ഇല്ല. കാണണമെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായിന്നറിയാം. ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. സുധിക്ക് എന്നോട് ദേഷ്യമോ വെറുപ്പോ അറപ്പോ ഒക്കെ ആയിരിക്കും എനിക്കറിയാം. ഇഷ്ടപ്പെട്ട് വിവാഹം തീരുമാനിച്ചുറപ്പിച്ച പെണ്ണ് കല്യാണ തലേന്ന് ആരുടെയോ കൂടെ ഒളിച്ചോടി പോയാൽ അവളെ ഏത് പുരുഷനെ അംഗീകരിക്കാൻ പറ്റുക? സുധി കേട്ടതെല്ലാം സത്യം. എന്നെ കുറിച്ച് അറിഞ്ഞതും സത്യം. പക്ഷേ ഒരിക്കലും സുധിയെ വഞ്ചിക്കുന്നവളായി മാറുമെന്ന് വിചാരിച്ചതല്ല. എന്നെ അങ്ങനെ ആക്കി തീർത്തതാ. സുധിയുടെ ഭാര്യയില്ലേ, അതായത് എന്റെ അനിയത്തി സത്യ. അവളാ എന്റെ ജീവിതം തകർത്തത്. ഏതോ ഒരാളിനെ വിട്ട് ഞാനും അയാളും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞ് എവിടേക്കോ എന്നെ അയാൾ തട്ടിക്കൊണ്ടുപോയി. അവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വരുമ്പോഴേക്കും സുധി എന്റെ അനിയത്തെ വിവാഹം കഴിച്ചിരുന്നു. ഒളിച്ചോടിപ്പോയ പെണ്ണിന് പകരം സുധി മറ്റൊരാളെ ആയിരുന്നു കെട്ടിയിരുന്നതെങ്കിൽ ഞാനിപ്പോ സുധിയുടെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ച എന്റെ അനിയത്തെ തന്നെയാണ് സുധി കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പിന്നീട് ആ കതിർമണ്ഡപത്തിലേക്ക് ഓടി വരാതിരുന്നത്.